ഹലോ, ഞാനിങ്ങനെ 5 മണി സമയത്ത് വണ്ടി കഴുകുമ്പോൾ കൂട്ടുകാരൻ വെറുതെ ചായ കുടിക്കാൻ പോകാലോ എന്ന് പറഞ്ഞ് വിളിച്ചിറങ്ങാണ്. ഞാൻ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലാണെന്ന് പറഞ്ഞ് സൂചിപ്പിന് കുത്തിയ കീറ പാൻറ് കിട്ടാണ് ഇറങ്ങണത്. കുറച്ച് കഴിയുമ്പോഴേക്കും പ്ലാൻ മാറി. പഴനി പോയ നല്ല തട്ടുകട ഉണ്ടാവും. ഭക്ഷണം കഴിച്ച് തിരിച്ച് 1 മണിയാകുമ്പോഴേക്കും വീടെത്താന്ന് വിചാരിച്ച് പെട്രോൾ അടിച്ച് പഴനി എത്തി. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നതുകൊണ്ട് ഇവിടുത്തെ ആളുകളായിട്ട് കമ്പനിയാണ്. അവർ പറഞ്ഞു, ഉണ്ണി എന്തായാലും ഇവിടം വരെ എത്തിയില്ല, ദിണ്ടിഗൽ പോയാൽ നല്ല തലപ്പാക്കട്ടിയും കൂടെ കഴിച്ചിട്ട് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കാൻ പോകുന്നവിടേക്ക് 57 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന് ഈ ചെരുപ്പും അതുപോലെ തന്നെ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, മൊബൈൽ ചാർജർ എടുക്കാത്തതുകൊണ്ട് ഇതുപോലത്തെ മൊബൈൽ കടയിൽ പോയി മൊബൈൽ കുത്തിവെച്ചിട്ടാണ് ഞങ്ങൾ റെസ്റ്റ് എടുക്കുന്നത്. അങ്ങനെ ദിണ്ടിഗലെത്തി തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കുമ്പോൾ വീണ്ടും പ്ലാൻ മാറി. ചെട്ടിനാടിക്ക് ഒരു 106 കിലോമീറ്റർ ഉള്ളു. അവിടെ പോയാൽ നല്ല ചിക്കൻ കറി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ചെട്ടിനാട് വന്നിരിക്കുകയാണ്. അവിടുന്ന് നല്ല ചിക്കൻ കറിയും ചോറും എല്ലാം കൂട്ടി കഴിച്ച് വയറ് നിറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു വീട്ടിൽ കയറി കിടന്നുറങ്ങുകയാണ്. അത് കഴിഞ്ഞ് മൊബൈൽ ചാർജ് ആക്കാൻ വേണ്ടി കടയിൽ പോയപ്പോൾ ഈയാട്ടം പറഞ്ഞു, ഉണ്ണി ധനുഷ്കോടി രാമേശ്വരം പോയ നല്ല മീൻകറിയും ചോറും കിട്ടുമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഇരുന്നിരുന്ന് ചന്തിന്റെ ഊപ്പാട് പോയെങ്കിൽ നേരെ വിട്ടു രാമേശ്വരത്തേക്ക്. അവിടെ എത്തി പിറ്റേ ദിവസം രാവിലെ മീൻകറിയും ചോറും കഴിക്കാൻ വേണ്ടി പോവാണ്. അവിടെ പോയത് ഒരു കപ്പിൾസ് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചു. എന്നെ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴേക്കും എൻ്റെ ഒപ്പം അല്ല വണ്ടീൻ്റെ ഒപ്പം വണ്ടി നന്നായിട്ടുണ്ട് ഇത്ര. ശേഷം നല്ല മീൻകറിയും അപ്പം തന്നെ നേരെയാക്കി അപ്പം തന്നെ കറി വെച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. എന്താ ടേസ്റ്റ്! അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് വയർന്ന് പറഞ്ഞപ്പോൾ വേറൊരു പ്ലാന്, മധുരൈ പോയി എന്ന് പറഞ്ഞാൽ നല്ല ബൺ പൊറോട്ടയും ജിഗർദണ്ഡിയും കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ മധുരൈ പോവാണ്. അങ്ങനെ 200 കിലോമീറ്റർ വണ്ടി ഓടിച്ച് അവിടെ എത്തി നല്ല ബൺ പൊറോട്ടയും അതുപോലെ തന്നെ ജിഗർദണ്ഡിയും വാങ്ങിച്ച് കഴിക്കുകയാണ്. ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയത് തിരിച്ച് വീട്ടിൽ പോകുമ്പോഴേക്കും 1300 കിലോമീറ്റർ ആവും. ഇപ്പോൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇത്രയും ദൂരം വന്നാൽ എന്താണ്, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി.